നമുക്കിന്ന് നല്ല അടിപൊളി അവിയൽ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അതിനു വേണ്ടി ഞാനിവിടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, ഒരു 2-3 ബീൻസ്, 4-5 കൊത്തമരയ്ക്ക, ഒരു മുരിങ്ങയ്ക്ക, 3 പച്ചമുളക്, ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു കഷ്ണം കുമ്പളങ്ങ, ഒരു നേന്ത്രക്കായ, ഒരു ചെറിയ കഷ്ണം പടവലങ്ങ. അതിൻ്റെ മേലത്തെ വെളുത്ത തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട്. ഒരു ചെറിയ വഴുതനങ്ങ, ഒരു ചെറിയ കഷ്ണം ചേന. ഞാനിവിടെ എടുത്തിട്ടുള്ള പച്ചക്കറികൾ എല്ലാം കഴുകി നന്നാക്കി വൃത്തിയാക്കിയതിന് ശേഷം 3/4 കിലോ ഉണ്ടാവും. അതിൽ ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് പച്ചക്കറികൾ ഉപയോഗിക്കാം. കോവയ്ക്ക, വെള്ളരിക്ക, അങ്ങനെയുള്ള എല്ലാ പച്ചക്കറിയും ഉപയോഗിക്കാം. പിന്നെ പ്രധാനമായിട്ട് അതിന് വേണ്ടത് പച്ച നേന്ത്രക്കായും മുരിങ്ങക്കയുമാണ്. അത് ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. ആദ്യം നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി പച്ചക്കറികളൊക്കെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിനി 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ 1 ടേബിൾ സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അവിയൽ ഉണ്ടാക്കുമ്പോഴേ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ആ വെളിച്ചെണ്ണയുടെയും കരിവേപ്പിലയുടെയും ടേസ്റ്റാണ് അവിയലുക്ക് മുന്നിൽ നിൽക്കുക. ഇത് നമുക്ക് നമ്മളെ വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ നന്നായിട്ട് എല്ലായിടത്തും മിസ്സാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് മിസ്സായിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും എല്ലാ കഷ്ണത്തിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇളക്കരുത് കേട്ടോ. നമുക്കിത് അടുപ്പത്ത് വെക്കാം. നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് നമുക്കിനി ഇത് തീ കത്തിച്ച് വേവിക്കാം. തിളയ്ക്കുന്നത് വരെ നല്ല തീ വെക്കാം. തിളച്ചതിന് ശേഷം ഒരു മീഡിയം തീ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ജാറിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ. 2 പച്ചമുളക്, ഒരു 6 ചെറിയുള്ളി, ഒരു 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മിക്സിയിലൊന്ന് കൊണ്ടുപോയിട്ട് ചതച്ച് കൊണ്ടുവരാം. നമ്മൾ ചമ്മന്തിക്കൊക്കെ എടുക്കണ പോലെ ഇതേപോലെ വേണം അരച്ചെടുക്കാൻ കേട്ടോ. ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. ഇതേപോലെ ഒന്ന് ചതച്ചതുപോലെ അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പച്ചക്കറി വെച്ചിട്ട് ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് വെന്തിക്കണമെന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലിനി വെള്ളം ഉണ്ടോ നോക്കുക. കുറച്ച് വെള്ളമുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ടൊന്ന് വെള്ളം ഒന്ന് കുറച്ച് വറ്റണ വരെ വേവിച്ചെടുക്കാം. കത്തിക്കാം. അത് കുറച്ച് വെള്ളം വേണം, അപ്പോഴേ നമുക്ക് അവിയൽ റെഡിയാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ അവിയലിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, അത് നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഇനി നമുക്കിതിൽ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ എങ്ങനെ വേണം തേങ്ങ കേട്ടോ. നമുക്കിനി ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് തേങ്ങ എല്ലായിടത്തും മിസ്സാവട്ടെ. നമ്മുടെ അരപ്പ് എല്ലായിടത്തും പടുന്ന രീതിയിൽ ഇളക്കണം. ഇപ്പോൾ തേങ്ങ എല്ലായിടത്തും പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വേവുന്നതിനായിട്ട് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചെടുക്കാം.
ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. തൈര് ഇഷ്ടമില്ലാത്തവർക്ക് അവിയൽ ഉണ്ടാക്കുമ്പോൾ പച്ച മാങ്ങയോ തക്കാളിയോ ഇടാട്ടോ, പുളിനനുസരിച്ച്. ഇതിപ്പോൾ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ പരത്തി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഈ വെളിച്ചെണ്ണ എല്ലായിടത്തും പടേണ്ട രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ അവിയൽ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അവിയൽ ഉണ്ടായിരിക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ്. ചിലർക്ക് ലൂസുള്ള അവിയൽ ഇഷ്ടം ഉണ്ടാവില്ല. ഈ കഷ്ണം കഷ്ണമായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വേർപെട്ടിരിക്കുന്നതാണ് ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ വെള്ളം കുറച്ച് വെക്കുക, എല്ലാ വെള്ളവും വറ്റിച്ചെടുക്കുക. അതിന് ശേഷം വേണം തൈരും തേങ്ങ അരച്ചതൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇളക്കുമ്പോൾ കഷ്ണങ്ങൾ വേറെ ആയിട്ട് ഉണ്ടാവും. മക്കളെ, അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റിൽ എഴുതി അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.